സതീശൻ പിന്നെ തള്ളിൻ്റെ ആശാനാണ്. മോഡിഫിക്കേഷനെ കുറിച്ച് വണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ നടക്കുമല്ലോ. പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ സാറേ, ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണ്, അത് സതീശൻ എങ്ങനെ മാറ്റും? ഇല്ല ബസ്സിൽ ഫ്രീ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാൽ മോഡിഫിക്കേഷനും രാഷ്ട്രീയവും ഇലക്ഷനും തമ്മിൽ എന്ത് ബന്ധം? ഇന്ത്യ ഗവൺമെൻറ് വെച്ചേക്കുന്ന മോട്ടോർ വാഹന നിയമം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയാണ്. ഒരാഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഗവൺമെൻറ് ലീഡറെ വിളിച്ചിട്ട് അത് വിലയിരുത്തുന്നുണ്ട് കോടതി. അങ്ങനെയൊക്കെ ചെയ്യുന്ന കർശനമായ നിലപാടെടുക്കുമ്പോൾ നമ്മൾ കോടതിയെ മറികടന്നുകൊണ്ടൊക്കെ പ്രകടനപത്രിക ഇറക്കാൻ പറ്റുമോ? ഇങ്ങേരെ ഒരു കാര്യം പറഞ്ഞാൽ ശരിയാണ്. ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഇന്ത്യയിലുള്ള നിയമം എല്ലാ സ്റ്റേറ്റിനും ബാധകമാണ്. അത് ഒരു പ്രത്യേക സ്റ്റേറ്റിന് മാത്രമായിട്ട് മാറ്റാനുള്ള അവകാശമൊന്നുമില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി കൂടുതലാണ്. ഒരു ചെറിയ സ്റ്റിക്കർ വരെ നോക്കിയിരുന്നു എന്നുള്ളതാണ്. അതും ചെറിയ എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിങ്സ്, ഒരു ചെറിയ സംഭവമായാൽ പോലും അതിന് ഫൈനും അത് ഇളക്കി മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ തന്നെ ആയിരുന്നു. പക്ഷെ ഇതെങ്ങാനും നമ്മുടെ BD സാറ് ജനങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ എലോ ചെയ്യുകയാണെങ്കിൽ സാറേ യൂത്ത് ഉണ്ടല്ല നിങ്ങളിപ്പോൾ ഉണ്ടാവും, അതിലൊരു തർക്കമില്ല. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെ അതെങ്ങനെ നടപ്പിൽ വരുത്തും എന്ന് കണ്ടറിയേണ്ടതുണ്ട്. അല്ലാതെ വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞ വാക്കിന് വ്യവസ്ഥയിലേക്ക് പിന്നെ സതീശനല്ല, ഇനി ഏതാണോ രാഹുൽ ഗാന്ധി നേരിട്ട് വന്നാലും ചെയ്യാൻ പറ്റുമല്ലോ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം.